പുതിയ ക്രിമിനൽ നിയമത്തിലെ പല വകുപ്പുകളും ദുരുപയോഗ സാധ്യതയുള്ളതാണെന്ന് നിയമജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നു. ഒരാംഗ്യം മതി ഒരാളെ രാജ്യദ്രോഹിയാക്കി തുറങ്കിലടയ്ക്കാനെന്ന സാഹചര്യം സംജാതമാകും. ഇസ്രായേലിനെ വിമർശിക്കുന്നത് പോലും കുറ്റമാണെന്ന് വ്യാഖ്യാനിക്കാൻ പുതിയ നിയമത്തിൽ വകുപ്പുണ്ട്. രാജ്യദ്രോഹം നിർവചിക്കുന്ന ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 124A വകുപ്പ് ഇല്ലാതാക്കിയെന്നാണ് സർക്കാരിൻ്റെ അവകാശവാദം. പകരം പുതിയ നിയമത്തിലെ BNS 152 ഉൾപ്പെടുത്തി. പഴയ നിയമത്തെക്കാളും ദുരുപയോഗ സാധ്യതയുള്ളതാണ് പുതിയ നിയമമെന്ന് നിയമജ്ഞർ ചൂണ്ടിക്കാട്ടുന്നു. ഭരണകൂടത്തിന് ഏതൊരു പൗരനെയും രാജ്യദ്രോഹിയായി മുദ്രകുത്തി തുറങ്കിലടയ്ക്കാനാകും. ഒരാംഗ്യം പോലും രാജ്യദ്രോഹ കുറ്റമാക്കി മാറ്റാൻ അന്വേഷണ ഏജൻസിക്ക് കഴിയും. ജീവപര്യന്തം തടവ് ശിക്ഷയും ലഭിക്കാം. നമ്മൾ പുതിയ നിയമം വന്നപ്പോൾ അതൊക്കെ എടുത്തു കളയും, പരിഷ്കാരങ്ങൾ ഉണ്ടാകും, ജനാധിപത്യപരമായ രീതിയിൽ ആ നിയമങ്ങൾ ഉടച്ചു വാർക്കപ്പെടും എന്നാണ് കരുതിയതെങ്കിൽ നമുക്ക് തെറ്റിപ്പോയി. വകുപ്പിൻ്റെ സംഖ്യ മാറി. 124A മാറി വേറെ ഏതോ താഴേക്ക് വേറൊരു നമ്പർ ഇട്ടു. എന്നിട്ടത് കുറേ കൂടി കഠിനമാക്കിയിരിക്കുകയാണ്. മറ്റൊരു ഗാന്ധിയൻ സമരമാർഗമല്ലേ നിരാഹാര സത്യാഗ്രഹം എന്നുള്ളത്. ഇപ്പോൾ നിരാഹാര സത്യാഗ്രഹം കുറ്റകരമാണ്. ഇന്ത്യയുമായി സൗഹൃദമുള്ള രാജ്യത്തെ വിമർശിക്കുന്നത് സ്വത്തുക്കൾ കണ്ടുകെട്ടാവുന്ന ഗുരുതര കുറ്റകൃത്യമാണ് ഭാരതീയ ന്യായ സംഹിതയിൽ. ഇനി ഫലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന കൊടും ക്രൂരതകളെ വിമർശിച്ചാൽ പോലും കുറ്റവാളിയാകാം. ഗവൺമെൻറ്റിന് സൗഹൃദം തോന്നുന്ന രാജ്യങ്ങളോടെല്ലാം നമുക്ക് സൗഹൃദം തോന്നണമെന്നില്ല ജനങ്ങൾക്ക്. അല്ലെങ്കിൽ ആ രാജ്യങ്ങളുടെ നിലപാടിനോട് നമുക്ക് യോജിപ്പുണ്ടാകണമെന്നില്ല. ഏറ്റവും നല്ല ഉദാഹരണം ഇസ്രായേൽ തന്നെയാണ്. ഇസ്രായേൽ കേന്ദ്ര ഗവൺമെൻറ്റുമായി സൗഹൃദത്തിലുള്ള രാജ്യമാണ്. പക്ഷേ ഇസ്രായേലിൻ്റെ നടപടികൾ, പ്രത്യേകിച്ച് പലസ്തീനികളോടുള്ള അവരുടെ സമീപനം, അത് തെറ്റാണ് എന്ന് തോന്നിയാൽ എനിക്കത് പറയാനുള്ള അവകാശമില്ല. പക്ഷേ പുതിയ നിയമത്തിൽ അതില്ല. ഭീകരവാദം നിർവചിക്കുന്ന 113(1) വിമർശന വിധേയമാകുന്ന മറ്റൊരു വകുപ്പാണ്. UAPAക്ക് കീഴിൽ പോലും ഒരാൾക്കെതിരെ ഭീകരവാദ വിരുദ്ധ വകുപ്പ് ചുമത്തുന്നതിന് സർക്കാരിൻ്റെ അനുമതി ആവശ്യമായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ പോലീസാണ് ഇക്കാര്യത്തിൽ സർവാധികാരി. പുതിയ ഇന്ത്യൻ സാഹചര്യത്തിൽ നിയമം എങ്ങനെയൊക്കെ ദുരുപയോഗിക്കപ്പെടും എന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. സാലി മുഹമ്മദ്, കൊച്ചി.